സ്വാതന്ത്ര്യ സമരസേനാനിയിലെ പി കേശവൻ നായരുടെ മകളും നമ്മളുടെ അവർക്ക് പ്രിയമുള്ള പത്മിനി ടീച്ചറാണ് ഈ അവസരത്തിൽ പതാക ഉയർത്തുന്നതിനായി നമ്മൾ ക്ഷണിച്ചിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും വായനശാല വേണ്ടി ഞാൻ ടീച്ചറെ പ്രത്യേകം സ്വാഗതം പറയുകയാണ്. ടീച്ചറിന്റെ കൂടെ ടീച്ചറുടെ മകനും ഉണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വായനശാലയുടെ പ്രസിഡന്റ് അദ്ദേഹം ഇന്ന് സ്ഥലത്തില്ല. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ കൂടി അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം പറയുന്നു. അതോടൊപ്പം ഈ വേദിയിലേക്ക് ക്ഷണിച്ചെത്തിയിട്ടുള്ള എല്ലാവർക്കും നിങ്ങൾ ഓരോരുത്തരെയും സ്വാതന്ത്ര്യത്തിന്റെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷനായിട്ട് സാബുവിനെ വിളിക്കുന്നു. ഏറെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു ദിവസമാണ് എല്ലാവർക്കും. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന ഈ അർദ്ധരാത്രിയിൽ സംഭവിച്ച ലോകം മുഴുവനും എന്താ പറയുക, കിടന്നുറങ്ങുമ്പോൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ജനങ്ങളിലേക്ക് എന്നുറക്കെ പ്രഖ്യാപിച്ച നമ്മുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ ആ പ്രവൃത്തികൾ, അതിൻ്റെ ത്യാഗോജ്വലമായ സമരമുഖങ്ങൾ എല്ലാം കണ്ട ഒരു തലമുറ ആ കാലത്തുണ്ടായിരുന്നു. അതിനൊക്കെ അനുസ്മരിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഇന്നും നമ്മൾ ഈ ഒരു സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെ നമുക്കെല്ലാം ഇപ്പോൾ അന്നത്തെ തരത്തിൽ ആ ഒരു വിഭാവന ചെയ്ത തരത്തിലുള്ള സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെല്ലാം ഇപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല എന്ന് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്നത്. ആ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലൂടെ തന്നെയാണോ എന്നുള്ളത് ഓരോ വ്യക്തിയും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇന്നത്തെ എനിക്ക് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ, യുവതലമുറ സ്വാതന്ത്ര്യം എന്നൊരു അവസ്ഥ എന്നുണ്ടെങ്കിൽ നേടുന്നുണ്ടെങ്കിൽ കൂടുതൽ പഠനവും പ്രയത്നത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അത്തരത്തിലുള്ള എന്താ പറയുക, പുതിയൊരു തലമുറയെ സൃഷ്ടിക്കുന്നതിന്, പുതിയ ചിന്താഗതികൾ വളർത്തുന്നതിന്, പുതിയ മാനങ്ങൾ സൃഷ്ടിക്കുന്നതിന്, പുതിയ ഉയരങ്ങളിലേക്ക് അത്തരത്തിലുള്ള യുവജനത എത്തുന്നതിന് പഠനം അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന ഒരു പ്രവൃത്തി എന്താ പറയുക വളരെ അത്യന്താപേക്ഷമാണ്. ഒരു കാലത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുരാജ്യങ്ങളും അത്തരത്തിലുള്ള രാജവാഴ്ചയും അതിനപ്പുറം നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മളെ ഒതുക്കിക്കൂട്ടിയിരുന്ന അതൊക്കെ നമുക്കെല്ലാവർക്കും ഈ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് വരെ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. നമ്മുടെ 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒട്ടാകെ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യദിനത്തിന്റെ സന്ദേശങ്ങൾ പകരുന്ന വേളയിൽ നമ്മുടെ CHN വായനശാല പോലുള്ള ഒരു ചെറിയ പുരോഗമന പ്രസ്ഥാനം അതിൻ്റെ നാളുവഴിയിലൂടെ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വേളയിൽ സ്വാതന്ത്ര്യദിന പരിപാടികളിൽ അതിൻ്റെ സന്തോഷം പങ്കിടുന്നതിന്, അതിൻ്റെ നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങളും സഹവർത്തിതമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ സഹപ്രവർത്തകരെയും ഈ ഒരു വേദിയിൽ ഏറെ സന്തോഷത്തോടെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ എല്ലാ തരത്തിലുള്ള വിജയാശംസകളും അതായത് ഈ സ്വാതന്ത്ര്യദിനത്തിൽ നേരുന്നു. നമ്മുടെ
പരിസരത്തും നമ്മളുടെ ഒപ്പം എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ തന്നെയും ആ വീടിലൂടെയാണ് വിദ്യാഭ്യാസത്തിനായിട്ട് പോയിരുന്നത്. ആ കേശവൻ നായരുടെ മകളായിട്ടുള്ള പത്മ ടീച്ചർ നമുക്ക് ഇന്ന് ഇവിടെ ഒപ്പം കിട്ടിയിട്ടുണ്ട്. ഏറെ അസുലഭമായിട്ടുള്ളൊരു നിമിഷമായിട്ടാണ് ഞാൻ കാണുന്നത്. പത്മ ടീച്ചറോടൊപ്പം, അതായത് അവരുടെ പിതാവ് കേശവൻ നായരുടെ ഒരുപാട് എന്താ പറയുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അത്തരത്തിലുള്ള ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പത്മ ടീച്ചർ നമുക്കിവിടെ കിട്ടിയ ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. എല്ലാ അർത്ഥത്തിലും പത്മ ടീച്ചർക്കും കുടുംബത്തിനും അവരുടെ കേശവൻ നായരുടെ സ്മരണകൾക്ക് മുമ്പിൽ പുഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും ഈ സ്വാതന്ത്ര്യ ദിനത്തിന് എല്ലാവിധ വിജയാശംസകളും സന്തോഷവും അഭിമാനവും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ടീച്ചറുടെ പരിചയ സമ്പന്നകള് ആ ഒരു പിതാവിൽ നിന്ന് നേടിയിട്ടുള്ള പരിചയത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനായിട്ട് പത്മ ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഓരോ കാര്യം ഉയർത്തി കാണിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളുടെ ഇന്ന് ഈ ദിവസം സ്വാതന്ത്ര്യ സമര സേനാനികളെ കൂടി നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യത്തിനായിട്ടാണ് ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് എൻ്റെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം കൊണ്ടും ശാരീരികമായ പ്രശ്നങ്ങൾ കാരണം കൊണ്ടും അതെല്ലാം ഇവിടെ തുറന്നു പറയാൻ എനിക്ക് സാധിക്കുമോ എന്ന് സംശയമാണ്. ഞാനന്ന് അവർ വന്നപ്പോൾ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കധികമൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ കുറേ കാര്യങ്ങൾ ഞാൻ അച്ഛൻ്റെ കാര്യങ്ങൾ പറയാം. പക്ഷെ അതിൽ ഭാഷയപ്പം പോലും ഉണ്ടായിരുന്നില്ല. ഭാഷ ഉണ്ടാവണല്ലോ, അതിൻ്റെ ഭാഷ വേണം, അതിൻ്റെ കാര്യങ്ങൾ വേണം, എല്ലാം വേണം. എങ്കിലും ഞാൻ പറയാൻ ശ്രമിക്കാമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. കാരണം എനിക്ക് ഏജ് കൂടി, ഓർമ്മ കുറഞ്ഞു പോയി. 82ാമത്തെ വയസ്സാണ്. ഇന്ത്യക്ക് 1947 ആഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഞാൻ 2ാം ക്ലാസ്സിലാണ്. എനിക്ക് 4 വയസ്സുണ്ട്. ഞങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും SND സ്കൂളിൽ 8 മണിക്ക് എത്തി. അന്ന് പൊടി ആ സ്കൂളിൽ തന്നെ ഉണ്ടാക്കുന്ന ചെയ്തു. ഓരോ കുട്ടിയും ഓരോ വടക്കും കൊടുക്കും, വലിയ വഴി പൊടി ഉണ്ടാക്കാനായിട്ട്. സുബ്രഹ്മണ്യ മാഷും നമ്പൂതിരി മാഷും